പാർട്ടി വെയർ ചെയ്താൽ ഞാൻ വീണ്ടും യൂസ് ചെയ്യൂല. അപ്പോൾ പാർട്ടി വെയർ ആവും വേണം, പക്ഷെ എനിക്ക് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നായിരുന്നു കസ്റ്റമറിൻ്റെ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. അത് എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് ലാസ്റ്റ് വീഡിയോ കാണാം. അതിൽ നമ്മൾ എടുത്തിട്ടുള്ള ക്ലോത്ത് ഇതാണ്. ഈ ഒരു കളറാണ് കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വർക്ക് നെറ്റ് പുറത്തായിട്ടാണ് വരിക. ഉള്ളിൽ വരുന്നത് സ്റ്റാർ ജോർജറ്റാണ് നമ്മൾ ക്ലോത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കസ്റ്റമർ പറഞ്ഞ കളർ തന്നെയാണ് ചെയ്തത്. പിന്നെ ഒരു ഷോളും ചെയ്യണമുണ്ട്. അപ്പോൾ അതിനും ലേസ് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർക്ക് നെറ്റുമേ പേൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് പാർട്ടി വെയർ ആവും വേണം എന്നാൽ വീണ്ടും യൂസ് ചെയ്യാനും പറ്റണം എന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു മോഡൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഈ ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് മുന്നേ വാങ്ങിയിട്ടുള്ളൊരു കസ്റ്റമറാണ്. നല്ല റിവ്യൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ വരുന്ന പേൾസൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ചിലരത് പൊട്ടിച്ച് എടുക്കും, മീൻസ് എന്തെങ്കിലും കുത്തിയിട്ട്. ഞാനിതിങ്ങനെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനുള്ളിൽ ഒരു അനാർക്കലി ടൈപ്പാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ ഹെമ്മിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതൊന്ന് കാണണം. പിന്നെ ഓവർലോക്കും ചെയ്തിട്ട് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓവർലോക്കിൻ്റെ മെഷീനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഒരുപാട് വർഷം മുന്നേ വാങ്ങിയിട്ടുള്ളൊരു ഓവർലോക്ക് മെഷീനാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ അനാർക്കലി ഗൗണായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഒരു സെമി അറബിക് ഗൗണായിട്ടും യൂസ് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്.